അഴിമകളും ഒരുമിച്ചൊരു കട്ടിലിലന്നേരം ഏഴമാളിക മുകളിലിരുന്നരുളും 72 ലോക വഴിയായ തമ്പൂരാൻ എത്രയും താഴെ തന്റെ വയസ്സിനെ ദൂരത്തു കണ്ടു. കണ്ടാലത്തെ കഷ്ടമെത്രയും പാരിജാതം തിരുമിഴികൾ തുറന്നു പവിഴമുന്തിരി പൂത്തു പൂത്തു തളിർത്തു. കുട്ടികൾ പഠിക്കുന്ന സമയമാണ്, ശല്യം ഉണ്ടാക്കരുത്. ഓ, ഞാനിപ്പോ പാടുന്ന സമയമാണ്. 7 to 7:30 ലോകത്തെവിടെയായാലും ഞാൻ പാടും. നിങ്ങൾ അത്രയ്ക്ക് അസൗകര്യമാണെങ്കിൽ ഈ വീട് അങ്ങോട്ട് ഒഴിഞ്ഞോളൂ. എന്റെ വീട്ടിലിരുന്ന് എനിക്ക് തോന്നുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്ന തരത്തിൽ ഞാൻ പാടും. എന്താ മോളെ? ചോദിക്കാനും പറയാനും നമുക്ക് ആരുമില്ലെന്ന് വിചാരിച്ചിട്ടാ അയാൾ തോന്നിയാസൊക്കെ കാണിക്കുന്നത്. ഇപ്പൊ എന്തുണ്ടായി? 2 ദിവസത്തേക്ക് താമസിക്കാനാണെന്ന് പറഞ്ഞപ്പോ അമ്മ വിശ്വസിച്ചില്ലേ? ഇപ്പോഴെന്തായി? വഴി നടക്കാൻ വയ്യ, ഓഫീസിൽ ഇരിക്കാൻ വയ്യ, വീട്ടിൽ കയറാൻ വയ്യ. അങ്ങനെ ഇങ്ങ് വിട്ടുകൊടുക്കാനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അമ്മാവന് കത്തെഴുതണം. അയ്യോ, വരട്ടെ. രാധയെടുത്ത് പറഞ്ഞ നേരാ. 2 പൊട്ടിച്ചാലേ അയാൾ വിവരം അറിയും. അത് വേണം മോളെ. ദാമൂട്ടം വല്ലാത്ത ഒരാളാ. വെട്ടൊന്ന് തുണ്ടൻ 2. അതാ പ്രകൃതം. ആ പ്രകൃതം ഉള്ളതുകൊണ്ടാ അമ്മാവന് കത്തെഴുതുന്നത്. അങ്ങനെ ഒരു മനസമാധാനവും ഇല്ലാതായിരിക്കുന്നു അങ്കിൾ. ഞാനും അമ്മയും വിചാരിച്ചിട്ട് എന്ത് നടക്കാൻ? അതുകൊണ്ട് യാതൊരു ഉപേക്ഷയും കാണിക്കാതെ അങ്കിൾ എത്രയും പെട്ടെന്ന് വന്നേ മതിയാവൂ. ഈ കാർക്കോടകൻ പണിക്കരെ തുരത്തിയിട്ടേ അങ്കിൾ തിരിച്ചു പോകാവൂ. എന്തായാലും വരുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. സ്വന്തം മീര. ബോംബെ പട്ടണത്തെ കിടുകിടാ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അമ്മാവൻ ഉടൻ വരുന്നു. ഇവിടെ ഒരു ചോരപ്പുഴ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ജീവനിൽ കൊതിയുള്ളവന്മാർ ഉടൻ തന്നെ സ്ഥലം വിടുന്നതാണ് എല്ലാവർക്കും നല്ലത്. ബോംബെ പട്ടണത്തെ അമ്മാവൻ അത്രയ്ക്ക് ശക്തനാണോ? കൊള്ളാം. ഒരു 10 പേര് ഒരുമിച്ച് വരാമെങ്കിൽ അമ്മാവൻ ഒറ്റ കഴിഞ്ഞു നേരിടും. കരാട്ടെ, ജൂഡോ, കുങ്ഫു, കളരിപ്പേറ്റ്. അമ്മാവനല്ലാത്ത ഒറ്റ അഭ്യാസങ്ങൾ ഈ ലോകത്തില്ല. അമ്മാവൻ ഈ കാലവണ്ണെ അടിച്ചിട്ട് ചമ്മന്തിയാക്കും. എനിക്കതുകൊണ്ട് കൈവിട്ടിച്ചില്ല. എത്രയും പെട്ടെന്ന് അമ്മാവനെങ്കിൽ വന്നാൽ മതിയായിരുന്നു. അതെ, ഇല്ലാത്ത അമ്മാവന്റെ പേരും പറഞ്ഞ് എന്നെ വരട്ടാണെന്ന് നോക്കണ്ട. ഇല്ലാത്തതാണോ ഉള്ളതാണോ എന്ന് വരുമ്പോ കാണാമല്ലോ. കമ്പി ഒന്നും പറഞ്ഞില്ലേ? ഇടിക്കട്ട, കത്തി തുടങ്ങിയ സാധനങ്ങളുമായി അമ്മാവൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഹൗസോടറെ ഉപദേശിക്കാണെന്ന് കരുതരുത്. ചാവണ്ടായിരുന്നുണ്ടെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. പണിക്കർ,
അതെ. അച്ഛാ. ആ എന്തായാലോ തന്റെ ഇഞ്ചക്ഷനും ഓപ്പറേഷനും ഒക്കെ? ശല്യപ്പെടുത്തി ഒഴിപ്പിക്കാനുള്ള തന്ത്രം ഏതാണ്ട് ഫലിച്ചു വരികയായിരുന്നു വക്കീലെ. ആ പക്ഷേ പക്ഷേ ബോംബെ എന്നൊരു പെരിച്ചാഴി ഇറങ്ങിയിരിക്കുന്നു. എതിർകക്ഷി കാർത്തിയാനി അമ്മയുടെ ആങ്ങളാന്ന് പറയുന്നൊരു ദുർഭൂതം. ഭൂതപ്രേതങ്ങളാണെങ്കിൽ താൻ ഉടനെ പോയി ഒരു മന്ത്രവാദിയെ കാണും. എനിക്കൊരു മനസ്സമാധാനവുമില്ല വക്കീലെ. ഒരാഴ്ചക്കകം വീട് ഒഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നാട്ടിലുള്ള പറമ്പും വീടും ഒക്കെ വെള്ളത്തിലാവും. കുഞ്ഞിക്കണ്ണന്മാരുടെ എഗ്രിമെന്റ് വളരെ സ്ട്രോങ് ആ. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്ന് താനീ പറയണത്? അതെനിക്കും അറിയില്ല. പിന്നെ തന്നെ എന്തിനാ കൂടെ കെട്ടിയെടുത്തത്? പിന്നെ ഞാൻ ഇനി എങ്ങോട്ട് പോകും? താൻ ആ വീട്ടിൽ കയറി താമസിച്ചില്ലേ? താമസിച്ചു. എന്നിട്ട് പക്ഷെ ആ ഭൂതം വന്നിരിക്കുന്ന ഇടിക്കട്ടയും പിച്ചാത്തിയൊക്കെ ആയിട്ടാ. എന്തിന്? എന്നെ അവിടെ നിന്ന് തല്ലി ഓടിക്കാൻ. ആ അത് ശരി. അപ്പൊ പേടിച്ചോടി വന്നിരിക്കുകയല്ലേ? പേടിയൊന്നുമില്ല, പക്ഷേ പേടിയാണ്. സ്വല്പം. എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കറിയില്ലല്ലോ. ഈ ഭൂതബാധ ഇല്ലായിരുന്നെങ്കിൽ എതിർകക്ഷി അവിടെ നിന്ന് ഒഴിവായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ട് ഒഴിയായിരുന്നു. എന്നാ പിന്നെ അതേ ഉള്ളു വഴി. നേരെ അങ്ങോട്ട് ചെല്ലുക. ഭൂതം ആക്രമിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഒറ്റ കുത്തിന് അയാൾ എന്നെ കൊന്നാലോ? പിന്നെ താൻ എന്തിനാണോ ഈ വയ്യാത്ത പണിക്ക് പോയത്? പണിക്കരെ ചാവുന്നെങ്കിൽ ചാവട്ടടോ. അങ്ങനെ ഒരു ഭൂതമുണ്ടോ? ഈ ഭൂതത്തെ താൻ ഇപ്പൊ പേടിച്ചാൽ ഈ ജന്മം തനിക്ക് അവരെ വീട്ടിൽ നിന്ന് ഇറക്കാൻ ഒക്കില്ല. ഇല്ലേ? ഇല്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെല്ലുക, നേരിടുക, അത്രേ ഉള്ളൂ. അത് വയ്യെങ്കിൽ കേസ് കൊടുക്കുക. അല്ല, കേസ് കൊടുത്തു കഴിഞ്ഞത് എപ്പോഴാ? എന്നാ പിന്നെ തന്റെ ഇഷ്ടം പോലെ ചെയ്യും. വക്കീലേ, ആളെ വിടണോ? ഒരു കേസും ബുക്കാറും കൊണ്ടുവന്നു മനുഷ്യനെ കഷ്ടപ്പെടും. അവൻ ഇനി വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. രാമോട്ട, അയാളെ ഒന്നും ചെയ്യല്ലേ. പാവം പേടിച്ചിരിക്കുക. എടീ കാർത്തിയാനി, ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? ഞാനേ ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തോളാം. അതുപോലെ നല്ല ഇടി കൊടുക്കണം മാവാ. അതോകി ഇവൻ നമ്മുടെ വരുവൻ തന്നെ. ആ വാ, വല്ലോ കഴിക്കാം. കേരളത്തിലെ കോഴിയിറച്ചി നിന്നിട്ട് ഒരുപാട് കാലമായി. വന്നേ. നീ പോയി കിടക്ക്. അയാളുടെ സാധനങ്ങളൊക്കെ മുറിയിലുള്ളത് കൊണ്ട് എങ്ങും പോകാനിടയില്ല. കോയി പാത്തിനായി ചോടുതോ പെട്ടി കള. അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞ അമ്മാവൻ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ശ്വാസം നേരെ വീണത്. എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു ഇവിടെ. ഭക്ഷണം എടുത്തു വെക്ക്. അമ്മാവാ, പണിക്കിന് വരുന്നുണ്ട്. ആരോ ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്ന മുമ്പ് നിങ്ങൾ കടന്നു കളഞ്ഞെന്ത്? എനിക്ക് ജനറൽ ഓഫീസിൽ ഒരു ബില്ല് മാറി കിട്ടാനുണ്ടായിരുന്നു. ഓഹോ, ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു. ജയിലിലാണോ ജോലി? അല്ല, ജോലിയല്ല, ഒരു കൊലക്കേസിൽപ്പെട്ടവിടെ കിടക്കായിരുന്നു. കുത്തും കൊലയും ഒക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ്. എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട്. എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ആരാണ് അയാൾ? ഞാനാണ് അയാൾ. ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പിൽ മാത്രമേ അവരുടെ മുണ്ടിന്റെ മടയിൽ കുത്തയച്ചിടാറുള്ളൂ. ആ ആളാണ് ഈ ദാമോദർജി. ബോംബെക്കാരൊക്കെ മുണ്ടും മടക്കി കുത്തിയാണ് നടക്കുന്നത്. അല്ല, ഈ മുണ്ടെന്ന് പറഞ്ഞാലേ ധോത്തി, പാളത്താറ്. ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല. എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം. വിശ്വവിഖ്യാതനായ ചാൾ ശോഭരാജനെ പണിക്കറിയോ? കേട്ടിട്ടുണ്ട്. എന്റെ ആത്മസുഹൃത്താണ്. എനിക്ക് ഇത്ര വലിയ പാരമ്പര്യമൊന്നുമില്ല. പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് മടിയുമില്ല. സാബാഷ്. അച്ഛാ അച്ഛാ, ശക്തരായ പ്രതിയോഗികളാണ് എനിക്കിഷ്ടം. മിസ്റ്റർ പണിക്കർ, ആ ക്ലോക്കിലേക്ക് നോക്കൂ. ഇപ്പോ 11 മണിയായി. നിങ്ങൾക്ക് ഞാൻ 1 മണിക്കൂർ സമയം കൂടെ തരുന്നു. സിർഫ് 1 ഘണ്ട. ആ സമയം നിങ്ങളുടെ സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ള സമയമാണ്. സമജാ? ഇവിടെ ഒരു ചോരക്കളം സൃഷ്ടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയാണ്. കൃത്യം 12 അടിക്കുമ്പോൾ പണിക്കർ പുറത്തിറങ്ങിയിരിക്കണം. യാദ് രഖന, കൃത്യം 12 മണി. ठीक 12 बजे. नहीं तो मैं तुम्हें जिंदा नहीं छोड़ूंगा. समझा? जा.
ഈ ഭൂതത്തെ താൻ ഇപ്പൊ പേടിച്ചാൽ ഈ ജന്മത്ത് തനിക്ക് അവരെ വീട്ടിൽ നിന്ന് ഇറക്കാൻ ഒക്കില്ല. ദാമോട്ടാ, കുഴപ്പമൊന്നും വേണ്ട ദാമോട്ടാ. चुप रहो बहन, मैंने बहुत देख चुका हूं. പെട്ടെന്നുള്ള ദേഷ്യത്തിന് അമ്മാവൻ എന്തെങ്കിലും ചെയ്തു കളയരുത്. ആ, നീ നിന്റെ അമ്മ പോലെ തുടങ്ങിയോ? ബോംബെയിലെ അധോലോക രാജാവാണ് ഞാൻ. തീരുമാനം ആയോ? ആയി. എന്താണ് ആ തീരുമാനം? ഗോപാലകൃഷ്ണ പണിക്കർ എന്ന ഹൗസ് ഓണർ അയാളുടെ വീട്ടിൽ തന്നെ താമസിക്കും എന്നാണ് ആ തീരുമാനം. ഏത് വീട്ടിൽ? ഈ വീട്ടിൽ, എന്റെ ഈ വീട്ടിൽ, അഹങ്കാരികളായ ഈ വാടകക്കാർ താമസിക്കുന്ന ഈ വീട്ടിൽ, RT ഓഫീസിലെ ക്ലർക്കായിരുന്ന എന്റെ അച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ച ഈ വീട്ടിൽ. സാബാഷ് ബേട്ടാ. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. ആജായേ സർക്കാർ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ആൺകുട്ടിയെ കണ്ടു. മുഖസ്തുതി എനിക്ക് ഇഷ്ടമല്ല. ദേഖോ, മിസ്റ്റർ പണിക്കരെ ഞാൻ ബോംബെയിലെ അധോലോകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ഒരു ദാദയാകാം. ദാദോങ്ക ദാദ, വല്ലഭനക്ക് വല്ലഭൻ, ദാദോങ്ക ബീച്ച് മേ ഏക്ക് ബഡാ ദാദ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ഈ ധൈര്യം? സാഹചര്യങ്ങൾ ഇത്ര ആ സ്ഥിതിക്ക് ദാമോദരജി എന്നെ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു തരണം. ജറൂർ ജറൂർ. എത്രയും പെട്ടെന്ന് ഇവരെ ഞാൻ ഒഴിപ്പിക്കാം. ഇനി നമ്മൾ ദോസ്തുക്കൾ സോജാവോ. കൽ സുബഹ 6 ബജെ മിലെംഗെ. കാലത്ത് 6 മണിക്ക് കാണാം. ആരാം കരോ, ആരാം കരോ. എന്താണ് അമ്മാവ ഇതൊക്കെ? ഞങ്ങളെ ഒഴിപ്പിക്കാനാണോ അമ്മാവൻ ബോംബെ നിന്ന് ഇവിടം വരെ വന്നത്? കുട്ടി, ദാമോദരൻ എന്ന അമ്മാവനെ പറ്റി മാത്രമേ കുട്ടിക്ക് അറിയൂ. ബോംബെ ശിവസേനക്കാരെ കിരീടാവർപ്പിക്കുന്ന അധോലോക ദാമോദർജിയെ കുട്ടിക്ക് അറിയില്ല. ഞാൻ അറിയിക്കാം. നാളത്തെ പ്രഭാതം അതിനുള്ളതാണ്. പോയി കിടന്നുറങ്ങ്. ആരാം കരോ, ആരാം കരോ. നമ്മളിപ്പോ എവിടേക്കാ നടക്കുന്നത്? ദാമോദരജിക്ക് ബോംബെയിൽ എന്താണ് ജോലി? ബോംബെയില് ഞാനും എന്റെ അധോലോക സുഹൃത്തുക്കളും ജുഹു കടപ്പുറത്ത് പല സായാഹ്നങ്ങളിൽ ഇതുവരെ നടക്കാനിറങ്ങാറുണ്ട്. പല സുപ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്ന അപ്പോഴാണ്. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബൈജ. അല്ല, നമുക്കിനി പൊയ്ക്കൂടെ? ഇരിക്കടോ, പോയാ പ്രശ്നം തീരില്ലല്ലോ. പ്രശ്നമോ? എന്ത് പ്രശ്നം? ബോലറാം,
जी साहब। ये गोपाल कृष्ण पनिकर मेरा दोस्त है। इधर आ। बॉम्बे ने नोड़ वन्ना बोलाराम। हाँ। इसको जरा अच्छी तरह करना, तेल मालिश, समझा? अच्छा जी। हाँ തേൽ മാലിഷ. ആ മര്യാദ ഭാഷ തനിക്ക് മനസ്സിലാവുമെങ്കിൽ ബോലാറാമനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. ദാമോദർജി. ആ ദാമോദർജി ലഗാവോ തെൽ. ആയേ മേരാ ദോസ്ത്. കയ്യിന്ന് വിടൂ. കയ്യിന്ന് വിടാൻ. ചുപ് രേ സാലേ. മേലെ വന്ന് എന്നെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. ഉള്ളുക പട്ട. ചലോ ലഗാവോ. വേണ്ട വേണ്ട, ഞാനാ പറയുന്നത്. വേണ്ട. ദാമോദർജി, ഇയാൾ എന്നായിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ? ബോലാറാം. 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 ബോലോ. ദാമോദർജി. ഉള്ളുക പട്ട. സാല ശൈത്താൻ. അമ്മാ, ഫിക്കർ മത് കരോ ബേട്ടി. അവന് കാര്യം മനസ്സിലായി. താമോട്ട് നിലവെല്ലാം ചെയ്തോ? അത് വേണ്ടി വന്നില്ല, അല്ലാതെ എല്ലാം മനസ്സിലായി. അല്ല, അമ്മാവൻ പോവാണോ? ഇന്ന് പുറപ്പെട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാ മോളെ. ട്രെയിന് സമയമായി. അവിടെ ഇനി പിന്നെ ഈ ശിവസേനക്കാരോടുള്ള കേസിന്റെ വാദം ഇന്ന് തുടങ്ങുക. ഞാനതങ്ങ് മറന്നുപോയി. അവനെപ്പറ്റി നിങ്ങൾ ആരും ഒന്നും വിഷമിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ദാമോദര, നിക്കണവിടെ. അതോ ലോക ദാമോദര, നിന്നെ ആഹാ.